നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തോൽപ്പെട്ടിക്കടുത്തുള്ള ബാർഗിരി ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഇന്നലെ രാത്രി കാട്ടാന ഒരു വീട്ടിൽ കയറുകയും അവിടെ വീടിൻ്റെ ഡോറ് കുത്തിപ്പൊളിക്കുകയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഒരു വീട്ടിൽ കാട്ടാന കയറി കാണിച്ച ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അതേ സ്ഥലത്തിന് കുറച്ചടുത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ ഒരു ആന, ഒരു കുള്ളൻകൊമ്പൻ എന്ന് പേര് വിളിക്കുന്ന ഒരു ആന തന്നെയാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിനി ആ ഒരു സ്ഥലം നേരിട്ടൊന്ന് കാണാം കേട്ടോ. ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിന് മുകളിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ചേട്ടാ വീടാ? ബാക്കിയുള്ളവർക്ക് ജീവിക്കാമല്ലോ, പക്ഷെ അത് കിട്ടിയാൽ എല്ലാം ജീവിക്കാന്ന് വിചാരം. ഫാമിലി പോയിട്ട് 10 ലക്ഷം കിട്ടുന്ന കാര്യം. നമ്മൾ ജീവിക്കുന്നത് ഫാമിലിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമ്മളിപ്പോൾ ആ സ്ഥലത്തെത്തി കേട്ടോ. ഞാൻ വീട് കാണാനായിട്ട് പോകുന്നത്. ഇതിലെ കയറി എന്നല്ലേ? ഇതിലെ കയറി വന്നിട്ട് ഇങ്ങോട്ട് പോയി അല്ലേ? ഓ വീണ്ടും ഇതിലെ കയറി അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി, അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറി നിങ്ങളെ കണ്ടേ? ചേട്ടാ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് സംഭവം? രാത്രി ഒരു 10-11 മണിയായി. 11 മണി അല്ലേ? കണ്ടോ നേരിട്ട്? നേരിട്ട് കണ്ടായിരുന്നു. നമുക്കൊരു ഫോൺ വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഫോൺ വിളിക്കാൻ പറ്റില്ല. പിന്നെ ജനലിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ചെവി കൂർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇന്നലെ കുട്ടി ഒരു സുഖമില്ലാത്തൊരു മോളും ഉണ്ട്. എല്ലാം കൂടി നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. അതെ, രണ്ടാമത്തെ വട്ടം വരുന്നത്? അല്ല, രണ്ടു വട്ടം ഇപ്പോൾ വരുന്നു. 2 വട്ടമാണ് ഇങ്ങനെ അതിക്രമം ചെയ്യുന്നത്. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാരോട് വന്നപ്പോൾ പറഞ്ഞു അവർ നിങ്ങൾ വിളിക്കുക, നമ്മൾ വരാമെന്നൊക്കെ പറഞ്ഞു. അവർ അന്നൊരു ദിവസം വന്നിട്ട് പിന്നെ അന്ന് വന്നിട്ട് പോയത്. പിന്നെ ഒരു ദിവസം ഇതെല്ലാം പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ച് പിന്നെ അവർ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടിയിട്ട് അവർ പോയി. പിന്നെ അവർ ഇങ്ങോട്ട് വന്നു. കറക്റ്റ് പറഞ്ഞ ഇതിലേക്ക് വന്നേന്ന് വന്നത് ഇതിലെ കൂടെ അങ്ങനെ കയറി താഴേന്ന് വന്ന് താഴേന്ന് വന്ന് റിസോർട്ടിന്റെ സ്റ്റെപ്പിൽ കൂടെ അല്ലേ? തൊട്ടടുത്തൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ റിസോർട്ടിന്റെ സ്റ്റെപ്പിൽ കൂടെ കയറി സാറേ ഇതിലെ കൂടെ അങ്ങനെ കയറി വീട്ടിനുള്ളിലേക്ക് ഇങ്ങനെ കയറി ചവിട്ടി ഇതിലെ കൂടെ അങ്ങനെ. എന്താ പക്ഷെ ഒത്തിരി വലിയൊരു ആനയല്ല അല്ലേ ഇത്? വലിയ ആനയല്ല, ചെറിയ ആന സാറേ, ചെറുതാ, ഹൈറ്റ് കുറഞ്ഞ. സാറേ ഇത് ഇങ്ങോട്ട് വന്നു. എന്താ സാറേ ഇതിലെ കൂടെ അങ്ങനെ കയറി പെരക്കകത്ത് കയറി കേട്ടോ. എന്താ സാറേ ഇതിലെ കൂടെ അങ്ങനെ ഇതെല്ലാം ചവിട്ടി പൊളിച്ചാ. ഇതിലെ കൂടെ ചവിട്ട് പാട്, കാലിൻ്റെ പാട് ഇതിലെ കൂടെ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ അതിലെ കൂടെ ഇതിലിങ്ങനെ അതെല്ലാം ചവിട്ടി പൊളിച്ചിട്ട് എന്നിട്ട് ഇതിലിങ്ങനെ ഇറങ്ങി ഇതിലെ കൂടെ അങ്ങനെ ഇറങ്ങി ഇതിലെ കൂടെ അങ്ങനെ പോയി. അത് ആ വാഴയൊക്കെ തിന്നു. അത് റിസോർട്ടല്ല അത്? നമ്മൾ വാതിലൊക്കെ രാത്രി വന്ന് തട്ടുന്നുണ്ട്. ഇങ്ങനെ അടച്ച വാതിലിങ്ങനെ തട്ടി. വാതിലൊന്നും ഇങ്ങോട്ട് മടക്ക്. വാതിലെ പാട് കാണൂല. വാതിൽ വന്ന് തട്ടി. പാടൊന്നുമില്ല. ഞാൻ അടിച്ചിട്ടുണ്ടായി വാതിലൊന്നും തട്ടിയില്ല. വാതിൽ തട്ടി. വന്നിട്ട് പറ രാത്രി എത്ര മണിക്കാണ് വന്നത് സംഭവം? പറഞ്ഞു 11 മണിയായില്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. 2 വട്ടം വന്നിട്ടുണ്ട്. ആണല്ലേ? 2 വട്ടം. നിങ്ങൾ വീട്ടിൽ എത്ര പേരാ? നിങ്ങൾ 3 പേരല്ലേ? ആണല്ലേ? സുഖമില്ലാത്തൊരു മോളുണ്ട് അവിടെ. ഇത് ശരിക്കും എസ്റ്റേറ്റ് അല്ലേ ഇത്? ഇത് നമ്മളെ അല്ല, മൊത്തം ഇത് ബാക്കിയത് മൊത്തം പ്ലാന്റേഷൻ അല്ലേ? പ്ലാന്റേഷൻ. ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഈ പ്രദേശത്തൊക്കെ? ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ ഇവിടെ 2 വീട്ടുകാരേ ഉള്ളൂ. ഇത് ഒരു വീട്, അതൊരു വീട്. പിന്നെ ബാക്കി റിസോർട്ടുകളാണ്. റിസോർട്ടുണ്ട്. ഈ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ അന്ന് വന്നിട്ട് ഇന്നലെ അവർ വന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞു ആനയില്ല. അപ്പോൾ തന്നെ അവർ പോവുകയും ചെയ്തു.
അവർ പോയിട്ടാ പിന്നെ ആന വന്നേ? ആ അവർ പോയി കേട്ടാ ആന വന്നു. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ അറിഞ്ഞായിരുന്നു ആന വരുന്നുണ്ടെന്ന്? അല്ല, നമ്മളിന്നലെ പോയി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 10-11 മണിയായി. അപ്പോൾ വന്ന് ഫുഡെല്ലാം കഴിച്ച് കിടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ ഇവിടെ വന്ന് നമുക്കിവിടുന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ഫോണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക? ഇവിടെ ഇങ്ങനെ വാതിലെടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അതും കഴിഞ്ഞൊരു 2 തട്ടും തട്ടി വാതിലിട്ട്. പിന്നെ എന്താ വെച്ചാൽ സുഖമില്ലാത്തൊരു മോളെയും കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് ഓടാൻ പറ്റില്ല. ആകെ ഒരൊറ്റ വാതിലുള്ളൂ. തട്ടിയാ പൊളിഞ്ഞു. ഇത് മൊത്തം പച്ചക്കാട്ട്. ഇത് ഇങ്ങനെ മെല്ലെ തൊട്ടാൽ മതി, എല്ലാം പോകും. നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും നമുക്ക് കിട്ടിയതാവുള്ളൂ. അല്ല നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റില്ല സാറേ. അല്ലെങ്കിൽ ഭയങ്കര ചൊറയാണ്. അതൊക്കെ ഇന്നും അതേ നേരത്തെ വരും. അത് ഈ മേലെ ഭാഗത്തുള്ളത് എവിടേക്കും പോകില്ല. ഈ പാറേന്റെ മേലെ നിൽക്കുന്നത്. സ്ഥിരമുണ്ടല്ലേ? സ്ഥിരമുള്ള അവിടെ തന്നെ നിൽക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. നല്ല അറിഞ്ഞു എടി പറഞ്ഞോ. ഇവിടെയൊക്കെ ചവിട്ടി, അതൊക്കെ ചവിട്ടി എല്ലാം മൊത്തം പൊട്ടി പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആന. ഇതല്ല അതിലെ കൂടെ ഇതെന്നല്ല രാത്രി വന്ന പാടുകളാണ്. അതിലെ ഇങ്ങനെ വന്ന് ഇതിലേ കയറി ഇവിടെയൊക്കെ ചവിട്ടി കയറിയ പാടുകളുണ്ട്. നമുക്ക് കാണാം കറക്റ്റായിട്ട്. ഇവിടെയൊക്കെ മണ്ണിരുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പോയി. ഇത് ഒരു സൈഡ് ചവിട്ട് കൊണ്ടുവന്നല്ലേ? ആ സൈഡൊക്കെ ചവിട്ടിയതാ. അപ്പൊ ഇതിന്റെ അകത്ത് ഒതുങ്ങിയോ? അപ്പൊ അത് അത്രയും വലിപ്പമുള്ളൂ? അത്ര വലിപ്പമുള്ളൂ. ഏകദേശം ഒരു ഇത്ര ഹൈറ്റ് ഉണ്ട് സാറേ. ഇത്ര ഹൈറ്റേ ഉള്ളൂ. ചെറിയ ആനയാണ്. ഭയങ്കര ഡേഞ്ചറുമാണ്. ഇത്ര ഹൈറ്റേ ഉള്ളൂ സാധനം. ടോർച്ചടിക്കുമ്പോൾ നേരെ ഓടി വരും അല്ലേ? ഒരു പടക്കം പൊട്ടിക്കാൻ പറ്റില്ല, കൂക്കാൻ പറ്റില്ല. കൂക്കുമ്പോൾ എന്താക്കൂ, എവിടെയെങ്കിലും നമ്മളെവിടെ കുറച്ച് നേരം അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അടുത്ത് പോയി നോക്കുമ്പോൾ ഓടി വരും. ഓടി നമ്മളടുത്തേക്ക് വരും. അതാണ് ഭയങ്കര ഒരു പേടി. അതൊരു സുഖമില്ലാത്തൊരു കുട്ടിയാണുള്ളത്. അതാ പേടി, വേറെ ഒന്നും. അതെ. അതിനെടുത്തിട്ട് എങ്ങോട്ട് ഓടാൻ? ആകെ ഇതൊരു ബാധയിലേ ഉള്ളൂ. ഈ വാതിലും കൊണ്ട് നമുക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഓടാനുള്ളൊരു വഴിയില്ല. കയറി കഴിഞ്ഞാൽ നമ്മളെ എന്തായാലും സൈസാക്കും. ഇന്നലെ എന്താ നമ്മൾ ഒച്ചെടുക്കാണ്ട് റൂമിനുള്ളിൽ ഇരുന്നുകൊണ്ട് പതുങ്ങിയിരുന്നിട്ട് മറ്റേ കള്ളന്മാരെ കക്കാൻ വേണ്ടി കയറുന്നല്ലേ, ആ ഒരു ഇതിലാ നിൽക്കണേ. അപ്പോൾ നമ്മൾ ഒച്ചയില്ലാണ്ടാകുമ്പോൾ മെല്ലെ നമ്മൾ എവിടെയെങ്കിലും ചെറിയൊരു എന്തെങ്കിലും മൂളിച്ചോ ഒരു കൂർക്കമ്പലി എന്തെങ്കിലും ഉറക്കത്തിൽ എന്തെങ്കിലും ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ എന്താക്കും, തട്ടിയിട്ട് മറ്റേ വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ കയറും. ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? ആ വലിയ കഷ്ടമായിട്ട് ഓരോ കാര്യം. അവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ, കാൽപ്പാടുണ്ട്. താഴെ ഭാഗത്തുനിന്ന് ആന കയറിയ നിന്നാണ്. ഇതൊക്കെ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. കാപ്പിത്തോട്ടങ്ങളാണ് മൊത്തം. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷനോജ്. അങ്ങോട്ട് പോയി. ആദ്യം ഇങ്ങോട്ട് വന്നേ? ആദ്യം ഇങ്ങോട്ടാ വന്നത്. ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയോ? അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരാൻ വന്നു കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. വീടിൻ്റെ ഇങ്ങോട്ടും ആന വന്നു കേട്ടോ. ഇതിലെ ചവിട്ടി കയറി? സ്റ്റെപ്പ് ചവിട്ടി കയറിയതാ? സ്റ്റെപ്പ് ചവിട്ടി കയറിയില്ല, ഇതിൽ കൂടെ കയറിയതാ. ഇതിൽ കൂടെ റോഡ് കൊടുത്തില്ല വന്ന്. ഹലോ, ഇവിടെ വന്നിട്ട് തട്ടിയ വാലിട്ട് തട്ടിയ? ജനലിട്ട് തട്ടിയില്ല. ജനലെ തട്ടി കേട്ടോ, പാട് നമുക്ക് കാണാം. ചേട്ടാ ഇവിടെ വന്ന് എത്ര മണി, ഇന്നലെ രാത്രി എത്ര മണിയായപ്പോൾ വന്നേ? ഒരു 12:45 ആണല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് കൃഷ്ണൻ. ഈ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 2 ആൾ, ഭാര്യയും ഭർത്താവും. ആണല്ലേ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ സംഭവം രാത്രി തന്നെ? അറിഞ്ഞു. ആണല്ലേ? അപ്പോൾ തുറന്നു നോക്കിയോ? ഇല്ല, തുറന്നു നോക്കാൻ പറ്റൂലല്ലോ. ആണല്ലേ? അപ്പുറം അവർ പറഞ്ഞായിരുന്നു അല്ലേ? അവരറിയിച്ചായിരുന്നു? അവരറിയിച്ചു. അറിയിച്ചപ്പോൾ അറിയിക്കാത്ത മുന്നേ ഞങ്ങൾക്ക് അറിഞ്ഞു ഇവിടെ ആന വന്നില്ലെന്ന്. അപ്പോൾ അവിടെ വെള്ളം ചൂടാക്കുന്ന ഒരു പാത്രം ഉണ്ടായി, പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു. അതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ഇത് കാണുന്നില്ല. ഇതൊക്കെ ആന തട്ടിയാ? തുമ്പിക്കൈയിലെ വെള്ളം വിളിക്കാനോ മറ്റുള്ള ആരും ബന്ധപ്പെടാൻ പറ്റുക വീട്ടിൽ വന്നാൽ എന്തോ സൗണ്ട് കേട്ടാൽ പിന്നെ തീരെ പോകില്ല. ഫോണിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓഫായി കളഞ്ഞു. ഉള്ളിൽ എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ജനലിന് മാന്തി എൻ്റെ കൊട
എൻ്റെ മുണ്ടിനെ ഫുള്ള് ചവച്ചാണ്. മുണ്ട് ചവച്ചിട്ട് നോക്ക്. മുണ്ട് ചവച്ചാ? ഉം. അതെന്തിനാ അത്? അത് ആറിയിട്ട് അലക്കിയിട്ട് ആറിയിട്ട് ആ മണത്തിൻ്റെ ചവച്ച് നോക്ക്. മുണ്ട് ചവച്ച് കീറിപ്പോയിട്ടോ. എന്തൊരു പ്രത്യേക സ്വഭാവമുള്ള കടി കൊണ്ടതിൻ്റെ പാടാട്ടെ കാണുന്നത്. മുണ്ടൊക്കെ ചവച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെയോ വേറെന്താ? വേറെ ഈ കുട ഇവിടെ എന്തോ ഇവിടെ എന്താ ചവിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ചവിട്ടി പൊളിച്ചു. ഈ കുട ചവിട്ടി പൊളിച്ചു. നിങ്ങളൊക്കെ ചവിട്ടിപ്പോയ പാടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ കരിമ്പ് തേച്ചും തിന്നു. കരിമ്പില്ലേ? ചെമ്പ് ഇവിടെ ഒന്നും ആയിട്ടില്ല, വലിച്ചെറിഞ്ഞതാ. ചെറുതായിട്ട് ചളങ്ങിയിട്ടുള്ളൂ അല്ലേ? കലം വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞത് അവിടെ ഇപ്പുറ സൈഡുണ്ട്. ചളുക്ക് ഇതുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്കിറങ്ങി മേലത്തേക്ക് പിന്നെ മേലെ കയറി ആണല്ലേ? ആ, അവന് വാഴയൊന്നും വേണ്ട, മനുഷ്യനെ മതി. അതാണ് അവൻ്റെ ഇത് രീതിയില്ലേ? ആ, കുടയൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നുണ്ടോ? ആ, അതൊക്കെ അവന് തന്നെ ആക്കിയത്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഊതിയതാന്ന് തോന്നുന്നു. ആ ആ തുമ്പി വെച്ചിട്ട്. ഇന്ന രാത്രി ഒരു 12:45 ആന ഇവിടെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഫോൺ വിളിക്കാനൊന്നും പറ്റണ്ടായിപ്പോയി. അല്ലേ? ഇതാ സൗണ്ട് കേട്ടാൽ പ്രശ്നമുള്ള ആനയല്ലേ? ആ, പ്രശ്നമുള്ള ആനയാണ്. പ്രശ്നമാക്കൂലേ? ഈ മുണ്ടൊക്കെ എടുത്ത് കടിച്ചത് അതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട് സംഭവമൊക്കെ. അത് ആളുടെ മണം അടിച്ചിട്ടായിരിക്കും. ആളുടെ മണമല്ല, ഇന്നലെ പണി വിട്ട് വന്നിട്ട് അലക്കിട്ട മുണ്ടല്ലേ, ആളുടെ നെല്ല് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ശബ്ദം ഇല്ലാണ്ട് ഇരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഉള്ളിൽ കയറുമായിരുന്നു. ആണല്ലേ? ആ, ഉള്ളിൽ കയറും. അതിന് മുന്നേ ഒരു വീട് അങ്ങനെ തകർത്തുണ്ടല്ലോ? തകർത്തു. അപ്പം നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പറഞ്ഞോ, ഉള്ളത് പറഞ്ഞോ. നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എവിടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ. ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണോ? സ്വന്തം സ്ഥലം. നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നാൽ ഒന്ന് പുറത്തിറങ്ങാൻ വരെ നമുക്ക് പേടിയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതിന് കഴിഞ്ഞാൽ ജീവിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. വീടും കൂടെ കുത്തിപ്പൊളിച്ചല്ലേ? സ്ഥിരമായിട്ട് വല്ല സ്ഥിരമായിട്ട് പുറസ്ഥാലങ്ങളോട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ആന മാത്രമേ പ്രശ്നക്കാരുള്ളൂ. ഭയങ്കര ഒരേ ആന തന്നെയല്ലേ എല്ലാ ദിവസവും വരുന്നത്? ഒരൊറ്റ ആന. പ്രശ്നം കൊണ്ട് നമുക്കിവിടെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളാണ് നിയമിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരേണ്ട ഒരു ഇതുണ്ടാകണം. രാവിലത്തെ വൈകുന്നേരം പണിയെടുത്ത് രാത്രി കിടന്നിറങ്ങാനുള്ള ഒരു വീടുള്ള ആ വീട്ടിൽ റോഡിൽ പോയി കിടക്കാൻ പറ്റും. അറിയാണ്ട് ഇതിന്റെ മുന്നേ വന്ന് വെട്ടാലോ അല്ലേ? അതന്നെ. രാവിലത്തെ വൈകുന്നേരം ഒരു വീട്ടിലുള്ള പണിയെടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചോറും എന്തെങ്കിലും തിന്നിട്ട് ഇവിടെ കിടന്നിറങ്ങാൻ പറ്റില്ല. പിന്നെ എവിടെ പോയി കിടക്കുക? അതെ അതെ. വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനനെ കൊണ്ട്. ആണല്ലേ? ഞങ്ങളെ വീട്ടിൽ വന്നിട്ടും സൈഡിൽ കൂടെ പോയത്. ഇന്ന് രാത്രിയാ? മിനിഞ്ഞാന്നല്ലേ? ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറെ കഴിഞ്ഞിട്ടാണ് അവർ വരിക. അവർ വരുമ്പോഴേക്കും ആന പോവുകയും ചെയ്യും. ഭയങ്കര ശല്യം പറഞ്ഞാൽ ഭയങ്കര ശല്യം. എവിടെ മുകളിലാ? ഇന്നോ? ഇവിടെ മുകളിലാ? ടാങ്ക് അവിടെയാണ് ടാങ്കുള്ളത്? പാറയുടെ മുകളിലോ? ആ വീടുകളുടെ അവിടെ നിന്ന് ഇറങ്ങിയ ചാന നേരെ ഇതിലെ മുകളിലേക്കാട്ട് കയറിയ. ഇത് റിസോർട്ടാ? അത് ഹോസ്പിറ്റലാ? ഉദയഗിരി ഹോസ്പിറ്റലല്ലേ? ഇതൊരു ഹോസ്പിറ്റലാട്ടോ. ആയുർവേദിക് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്. വീടുകളുടെയൊക്കെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഹോസ്പിറ്റലിൻ്റെ അതുപോലെ തന്നെ പ്ലാന്റേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സ്ഥലമാണത്. ഇവിടെ ഇന്നലെ രാത്രി ആന വന്നു കേട്ടോ. വാട്ടർ ടാങ്ക് അല്ലേ? പൈപ്പൊക്കെ കളഞ്ഞല്ലേ? എൻ്റെ പൈപ്പൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇനി അങ്ങോട്ട് പോയി അങ്ങോട്ട് കയറിപ്പി ഈ സൈഡിലേക്ക് പോയി കാണൂല്ലേ? ആന ഈ പരിസരത്തുണ്ടാവും പറയുന്നത് ആണല്ലേ?
പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ കട്ടല തട്ടിയിട്ടിരിക്കുന്ന കേട്ടോ. ഇതാ ആന ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കാൽപ്പാട് കാണാം നമുക്ക്. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്ത് ഭയങ്കര പരാക്രമം തോന്നുന്നല്ലേ. അതിലേ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം അറിഞ്ഞു പിടിച്ച് കഴിയുമ്പോൾ കുറേ സ്ഥലത്ത് ഉണ്ടാവും അല്ലേ. ഇതല്ല ആനയുടെ കാൽപ്പാടുണ്ടോ. അധികം വലിപ്പമുള്ള ഒരു ആനയല്ല. ഇങ്ങനെ വന്നല്ലേ. ഇങ്ങനെ വന്നിട്ടായിരിക്കും ടാങ്ക് കളഞ്ഞല്ലേ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതാണ്. ഇതിലെന്താ കയറി പോകുന്നുണ്ടല്ലോ സ്ഥിരം. മാനായിരിക്കുമല്ലേ. അതുകൊണ്ട് ഗേറ്റൊക്കെ പൊളിച്ചിട്ടുണ്ടല്ലോ. എസ്റ്റേറ്റിൻ്റെ ഗേറ്റൊക്കെ പൊളിച്ചിട്ടാണ് അല്ലോ. ഗേറ്റ് പൊളിച്ചിട്ടുണ്ട്. ഗേറ്റിൻ്റെ ആ ഗേറ്റിരുന്ന മതിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആന കളഞ്ഞ കേട്ടോ. ഈ ഭാഗത്ത് വന്നല്ലേ. ഇത് ഈ എസ്റ്റേറ്റിൻ്റെ പേര് ബാർഗിരി എന്നാട്ടോ. ബാർഗിരി എസ്റ്റേറ്റാണ്. ഇതിൻ്റെ സമീപത്തുള്ള വീടുകളിലാണിപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ ഗേറ്റൊക്കെ ഇങ്ങനെ തകർത്ത് കാണുമ്പോൾ തന്നെ അറിയാലോ ആനയുടെ ആ ഒരു മൂച്ചത്ര ഉണ്ടെന്നതാ. ഇവിടെയൊക്കെ നമുക്ക് കാൽപ്പാട് കാണാം കേട്ടോ. ഇതിലെ തന്നെയാണ് ആന പോയിരിക്കുന്നത്. അതായത് റോട്ടിൽ കൂടെ തന്നെ നടന്ന് വന്ന് ആണ് മുകളിലേക്ക് എറിയുന്നത്. ഇതല്ല ഇതിലാണ് ആ മുകളിലാണ് ആ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ റിസോർട്ടും ഹോം സ്റ്റേ പോലത്തെ സംഭവങ്ങളാണ് ഉള്ളത്. ഇതൊക്കെ ഒരു തോട്ടം മേഖലയാണ്. എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കാണാം. ഇതൊന്നും ഫോറസ്റ്റ് അല്ല. ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ അല്ലേ. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഫോറസ്റ്റൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു. വീട് കുത്തിപ്പൊളിച്ച് ആന പെരക്കകത്ത് കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നും അതേ ആന തന്നെ, കുള്ളൻ കൊമ്പൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞ ഒരു ആനയാണ് ആന. പക്ഷേ വളരെ പരാക്രമിയായിട്ടുള്ളൊരു ആനയാണ്. ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വയലൻ്റ് ആവും. അതുപോലെ തന്നെ സൗണ്ട് കേട്ടാൽ വയലൻ്റ് ആവും. വീടിൻ്റെ മുമ്പിൽ വന്ന് ഡോറിൽ കൊട്ടുക, കുത്തി പൊളിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ മുമ്പിലൊക്കെ വന്നിങ്ങനെ പമ്മി നിന്ന് ചെവിയോർത്ത് നിൽക്കുക. ഇതൊക്കെയാണ് ആനയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ വളരെ ഭീകരാവസ്ഥ തന്നെയാണ് ഈ ഒരു പ്രദേശവാസികളുള്ളത്. നമ്മളിപ്പോൾ ആ വീടൊക്കെ കണ്ടു. ആ വീടിൻ്റെ മുറ്റത്ത് കാണിച്ചിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ചേട്ടൻ്റെ മുണ്ടെടുത്ത് കടിച്ച് പറിച്ച ഒരു കോലമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊരു ക്യാരക്ടറായിരിക്കും അത്. ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്. അതാണ് ആന ഒരു മുണ്ടൊക്കെ എടുത്ത് കടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന നമുക്കറിയാം വെജിറ്റേറിയനായിട്ടുള്ളൊരു ജീവിയാണ്. അതൊരു മുണ്ടൊക്കെ എടുത്ത് കടിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു ആന ആയതുകൊണ്ടാണ് അത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഈ ആനേനെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായേ തീരുള്ളൂ. കാരണം ഇനിയൊരു ജീവനും കൂടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ വർഷം തന്നെ ഇപ്പോൾ എത്ര പേര് ആനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആൾക്കാർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിവിടെ നടപ്പാക്കേണ്ടതുണ്ട്. കാരണം ഈ പാവം പിടിച്ച മനുഷ്യർ ഇവർ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ആ വീട്ടിൽ വയ്യാതിരിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ വീടിൻ്റെ തിണ്ണയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അതുപോലെ വീടിൻ്റെ മുമ്പിൽ വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറി ചാർത്തി കയറി ചെവിയോർത്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഇത് ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടെ ആനശല്യം ഓരോ സമയത്തും പുതിയ ആനകൾ പുതിയ പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ആന എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. ഓരോ പ്രദേശത്തും ഇതേപോലെ ഒരു ആന സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കുക. ഫെൻസിങ്ങുകളും കാര്യങ്ങളും കറക്റ്റാക്കി ആനകൾ ഗ്രാമത്തിലേക്കോ മറ്റ് ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങുന്നത് ഒഴിവാക്കുക എന്നൊക്കെ തന്നെയുള്ളതാണ് ഇതിനകത്തൊരു പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ കണ്ടു പ്രദേശം വാട്ടർ ടാങ്ക് അടക്കം നശിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ വലിയ നാശനഷ്ടത്തിൻ്റെ മാത്രമല്ല, ജനങ്ങളെങ്ങനെ പേടിച്ച് ജീവിക്കുക. ഒരു രാത്രി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാൻ പോലും പറ്റില്ല. അവർ പറഞ്ഞു കേട്ടില്ല എത്രത്തോളം ഭീകരമായ ഒരവസ്ഥയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.